ഹായ് ഫ്രണ്ട്സ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തി കണ്ടാലോ? അതും റാഗി കൊണ്ട്. അതിനായി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എത്ര കപ്പ് വെള്ളമാണോ എടുക്കുന്നത് അതേ കപ്പിന് തന്നെ പൊടിയും എടുക്കണം. ഞാൻ 2 കപ്പ് വെള്ളം എടുത്തത് കൊണ്ട് 2 കപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ നമുക്കതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടെ തടവി കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് ബോൾസുകളാക്കി നമുക്കതിനെ ഒന്ന് ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് അല്പം കൂടി ചേർത്ത് കൊടുത്ത് അതിനെ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കൊരു അടപ്പ് പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യണം എന്നില്ല, നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അടപ്പ് പാത്രം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് നല്ല ചൂടായ കല്ലിലേക്ക് നമുക്ക് ഈ ചപ്പാത്തി ഇട്ട് കൊടുത്ത് 2 വശവും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അല്പം നെയ്യോ എണ്ണയോ തടവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ഭാഗവും വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. ഗോതമ്പിൽ മാത്രം ചപ്പാത്തി ചെയ്യാതെ ഇടയ്ക്ക് ഈ റാഗിപ്പൊടിയിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ സോഫ്റ്റായ ചപ്പാത്തി ആയിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്